സഹ്യൻ്റെ മകൻ എന്നാണ് ആനയെപ്പറ്റി പറയാറുള്ളത്. പക്ഷേ സഹ്യപർവ്വതത്തിൽ നിന്ന് കിട്ടുന്നതായ ആനകൾക്ക് ശേഷവും 1970-കൾക്ക് ശേഷം ബീഹാറിൽ നിന്ന് ആനകളെ ധാരാളമായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഇന്നിവിടെ കേരളത്തിൽ കാണുന്ന ആനകളിൽ പലതും ബീഹാറിൽ നിന്ന് കൊണ്ടുവന്ന ആനകളാണ്. അതിൽ ഒരാനയാണ് ഈ മംഗലാംകുന്നത്ത് അയ്യപ്പൻ എന്ന് പറയുന്ന ഇന. 13 ആനകളെ ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു ആന തറവാട്ടിലെ നല്ല ആനകളിൽ ഏറ്റവും നല്ല ആനകളിലൊന്നാണ്. എന്നല്ല മറ്റ് കേരളത്തിലുള്ളതായ ആനോടമസ്ഥന്മാരും ക്ഷേത്രത്തിലുള്ളതായ ആളുകളും വലിയൊരു പങ്കാളുകൾ ഈ ആനയെ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ അതിൻ്റെ വിലയിൽ എത്ര വേണമെങ്കിൽ കൂട്ടാവുന്നതായ ഒരു 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 സ്ഥിതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ആനകളൊക്കെ ഈ വലിയ ആനകൾ ഇത് 302 മറ്റോ സെൻറ്റിമീറ്റർ ഉയരമുള്ളതായ ഒരാനയാണ്. അതായത് ദണ്ണുയരത്തിൽ കവിഞ്ഞ 10 അടി ഉയരമുള്ളതായ ഒരു പക്ഷേ ഇനിയും അതിൻ്റെ പ്രായത്തിൻ്റെ അനുസരിച്ച് നോക്കുമ്പോൾ ഇനിയും ഒന്നും കൂടി പുഷ്ടിപ്പെട്ട് 10 അടിക്കുള്ള ഒരു ആന ഒരു ഇഞ്ചൊക്കെ ഉയർന്നാൽ വളരെ മാറ്റം വരും. അങ്ങനെയുള്ളതായ ഒരു നല്ല ആനയെ പറ്റിയിട്ടാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുന്നത്. ഇന്ന് കേരളക്കരയിലെ ലക്ഷോപലക്ഷം ആനക്കമ്പക്കാർ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നിത്യപൂജ ചെയ്യുന്ന ആനച്ചന്ത. ഇവൻ മംഗലാംകുന്ന് അയ്യപ്പൻ. അങ്ങ് വടക്കൊരു ദേശത്തു നിന്നാണ് ഇവൻ്റെ വരവ്. പക്ഷേ വടക്കു നിന്നും പാറി വന്ന ഒരു വാനമ്പാടിയോ വെറും അയ്യോ പാവമോ ഒന്നുമല്ല ഇവൻ. ചങ്കൂറ്റവും നെഞ്ചുറപ്പുമുള്ള ആൺപിറപ്പുകളിലെ അഗ്രഗണ്യം. ആകാശം മുട്ടുന്ന തലയെടുപ്പ്, വായുകുംഭത്തിന് മേലേക്ക് സാമാന്യത്തിലധികം വിരിഞ്ഞു തുടുത്ത തലക്കുന്ന്. വീണെടുത്തതെന്ന് പറയാനാവില്ലെങ്കിലും കീഴ്ക്കൊമ്പിൻ്റെ ഗണത്തിലേക്ക് പതിച്ചിട്ടില്ലാത്ത ഭംഗിയാർന്ന കൊമ്പുകൾ. നിലത്തിഴയില്ലെങ്കിലും നിലം തൊടുവാൻ തക്ക നീളമുള്ള തുമ്പിക്കൈ. പൂവാലനെന്ന് വിളിക്കാവുന്ന കുറച്ച് വെള്ള നിറമാർന്ന രോമങ്ങളോട് കൂടിയ വാൽ. അങ്ങനെ ആകെ മൊത്തം നോക്കിയാൽ ഒരു ആനക്കരുത്ത്. ഇതിനെല്ലാം ഉപരി വലിയ തലയ്ക്കുള്ളിലെ ആരെയും വകവെച്ചു കൊടുക്കാത്ത തലക്കനവും അതിന് മേമ്പൊടിയായി ഒരൽപ്പം അഹങ്കാരവും കൂടി ചേർത്താൽ അത് മംഗലാംകുന്ന് അയ്യപ്പനായി. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വിലമതിക്കപ്പെടുന്ന ആദ്യത്തെ 5 ആനകളെ എടുത്താൽ അതിലൊന്ന് ഈ അയ്യപ്പനാന തന്നെയായി. ഈയിടെ ചെരിഞ്ഞ പാറമേക്കാവ് പരമേശ്വരൻ്റെ സ്ഥാനത്തേക്ക് അവരോധിച്ച് തൃശൂർ പൂരത്തിന് തിടമ്പ് നൽകുക എന്ന ലക്ഷ്യത്തോടെ പാറമേക്കാവ് ദേവസ്വം സ്വന്തമാക്കുവാൻ ഏറ്റവും അധികം ആഗ്രഹിച്ച 2 ആനകളിൽ ഒന്ന് എന്ന വിശേഷണവും പൊടുന്നനെ മംഗലാംകുന്ന് അയ്യപ്പൻ്റെ റേറ്റിംഗ് കുതിച്ചുയരുന്നതിന് കാരണമായി. 13 ആനകളുള്ള മംഗലാംകുന്ന് ആനത്തറവാട്ടിൽ ഇന്ന് ഏറ്റവും അധികം ഉയരമുള്ള ആനയും ഇവൻ തന്നെ. ആയിരത്തി 1992 ബീഹാർ സോൺപൂർ മേളയിൽ നിന്ന് മംഗലാംകുന്ന് ബ്രദേഴ്സ് കണ്ടെടുത്ത ഈ ആനക്കിങ്കരൻ ഇന്ന് മംഗലാംകുന്ന് ആനത്തറവാടിൻ്റെ അഭിമാനവും പ്രധാന തുറുപ്പുചീട്ടുമാണ്. ബീഹാർ എന്ന് പറഞ്ഞ ആനയും നമ്മുടെ നാട്ടിലെ ആനയും തമ്മിൽ ബേസിക്കായിട്ടുള്ള എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബീഹാർ ആനകൾ നമ്മുടെ ആനകൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ മറ്റെല്ലാ ഭാഗങ്ങളും ഒന്നും കൂടി വൃത്തിയായിരിക്കുമല്ലോ. ബീഹാർ ആനയെന്ന് വരുന്ന ആനകൾ കുറച്ച് ഇതിന്ന് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം തന്നെ എന്താ എല്ലാ ഭാഗങ്ങളും ഓരോന്നോരോന്ന് നോക്കുമ്പോൾ കുറച്ച് മൊത്തത്തിൽ എന്നാലും നല്ല വൃത്തിയുള്ള ഒരു ആനയാണ്. പിന്നെ കൊമ്പിലാണ് ആനകളുടെ പ്രധാനമായിട്ട് കിടക്കുന്നത്. കൊമ്പ് വായുമ്പം ഒന്ന് വൃത്തിയായിച്ചാൽ ആനകൾ നന്നായല്ലോ. അത് നമുക്ക് എന്താണ് പെരുമ്പളശ്ശേരി അതുകൊണ്ടൊന്നും കാര്യമില്ല. പെരുമ്പളശ്ശേരി വിചാരിച്ചാൽ കുറച്ചൊക്കെ ഒരു ചെറിയ ശതമാനമൊക്കെ വരുത്താം, അത്രേ ഉള്ളൂ. മറ്റൊക്കെ പറയുന്നത് മനുഷ്യന്റെ പല്ലും ആനയുടെ കൊമ്പൊക്കെ വേണ്ട മാതിരി അത് ചെറു പ്രായത്തിൽ കിട്ടണം. ഒരു 2 വയസ്സ് മുതൽക്ക് കിട്ടുകയാണെന്ന് വെച്ചാൽ ശരിയാവും.